കാൽപന്തുകളുടെ ചരിത്രത്തിൽ CR7 കണ്ണീരണിഞ്ഞ ഈ ചിത്രം ഫുട്ബോൾ ലോകത്തിന്റെയൊക്കെ നെഞ്ചു തകർക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്രൊയേഷ്യക്കെതിരെയുള്ള ആവേശ വിജയത്തിന് ശേഷം റൊണാൾഡോ തന്റെ പ്രിയപ്പെട്ട 7-ാം നമ്പർ ജേഴ്സി ഉപേക്ഷിച്ച് 21-ാം നമ്പർ ജേഴ്സി അണിഞ്ഞത്? അതിനു പിന്നിൽ ലോകത്തെ കണ്ണീരാഴ്ത്തിയ ഒരു വലിയ കഥയുണ്ട്. 2026 ലോകകപ്പിലെ അതിനിർണായകമായ മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. എന്നാൽ ഫൈനൽ വിസിലിന് ശേഷം ടോറന്റോയിലെ BMO ഫീൽഡ് സാക്ഷ്യം വഹിച്ചത് കേവലം ഒരു മത്സര വിജയത്തിന്റെ ആഘോഷങ്ങൾക്കായിരുന്നില്ല. വിജയലഹരിയിൽ ആറാടേണ്ട നിമിഷത്തിൽ തന്റെ ഐക്കോണിക് നമ്പർ 7 ജേഴ്സിക്ക് പകരം 21-ാം ജേഴ്സി ധരിച്ചാണ് റൊണാൾഡോ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ അമ്പരന്നു. എന്താണ് ഈ 21-ാം നമ്പറിന്റെ രഹസ്യം? അത് കേവലം ഒരു നമ്പറല്ല, പോർച്ചുഗീസ് ടീമിന്റെ പ്രിയപ്പെട്ട മുൻ സ്ട്രൈക്കർ ഡീഗോ ജോട്ടയ്ക്കുള്ള കണ്ണീരിൽ കുതിർന്ന പ്രണാമമായിരുന്നു. കൃത്യം ഒരു വർഷം മുമ്പ് സ്പെയിനിൽ വച്ചുണ്ടായ ദാരുണമായ ഒരു വാഹന അപകടത്തിലാണ് ജോട്ടയും അദ്ദേഹത്തിന്റെ സഹോദരൻ ആന്ദ്രേ സിൽവയും ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജോട്ടയുടെ കരിയറിലെ ഐക്കോണിക് നമ്പർ ആയിരുന്നു 21. ആ ദുരന്തം നടന്ന് കൃത്യം ഒരു വർഷം തികയുന്ന അതേ ദിവസമായിരുന്നു ഈ ക്രൊയേഷ്യൻ മത്സരം. ഡീഗോ ജോട്ട ഞങ്ങൾക്കൊപ്പം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവനെ ആദരിക്കാൻ വിജയം മാത്രമായിരുന്നു വഴി എന്നാണ് മത്സരശേഷം വികാരാതീതനായി റൊണാൾഡോ പറഞ്ഞത്. പോർച്ചുഗലിനായി 49 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകൾ നേടിയ ജോട്ടോ റൊണാൾഡോയുടെ പ്രിയപ്പെട്ട ആക്രമണ നിര പങ്കാളിയായിരുന്നു. ഈ വൈകാരിക നിമിഷങ്ങൾക്കിടയിലാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയും പുറത്തു വരുന്നത്. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രാജ്യാന്തര കരിയറിലെ അവസാന ടൂർണമെന്റ് ആയിരിക്കും 2026 ഫിഫ ലോകകപ്പ് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരി കാത്യ അവീറോ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇത് റൊണാൾഡോയുടെ ലാസ്റ്റ് ഡാൻസ് ആണെന്നും ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നതെന്നും കാത്യ വ്യക്തമാക്കി. 1000 കരിയർ ഗോളുകൾ എന്ന നാഴികക്കല്ലിനപ്പുറം പോർച്ചുഗൽ ദേശീയ ടീമിൽ നിന്നുള്ള വിരമിക്കലിനെ കുറിച്ചാണ് കാത്യ സൂചന നൽകിയത്. അതെ, ഇതിഹാസങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് കളം നിറഞ്ഞ കളി കൊണ്ട് മാത്രമല്ല, സഹതാരങ്ങളോടുള്ള ആഴമേറെ സ്നേഹം കൊണ്ടും കൂടിയാണ്. ക്രിസ്ത്യാനോ എന്ന ഇതിഹാസത്തിന്റെ അവസാന ലോകകപ്പ് മത്സരങ്ങൾ ഫുട്ബോൾ ലോകം നെഞ്ചേറ്റുമ്പോൾ ഡീഗോ ജോട്ടയുടെ ഓർമ്മകളും അവിടെ ജ്വലിച്ചു നിൽക്കും. അയർലാൻഡിനെതിരായ T20 പരമ്പരയിലും തൊട്ടു പിന്നാലെ നടന്ന ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലും യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശിയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താത്ത ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ മുൻ ഇന്ത്യൻ പരിശീലകനും കമാൻഡറുമായ രവി ശാസ്ത്രി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. IPLലെ റെക്കോർഡ് പ്രകടനത്തിന് പിന്നാലെയാണ് 15-കാരനായ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ അയർലാൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ താരത്തിന് ഒരു അവസരം പോലും നൽകാതെ ബെഞ്ചിൽ ഇരുത്തിയതാണ് ശാസ്ത്രിയെ ചൊടിപ്പിച്ചത്. ഭയമില്ലാതെ ബാറ്റ് ചെയ്യുന്ന വൈഭവിനെ പോലൊരു എക്സ് ഫാക്ടർ താരത്തെ ടീമിലെടുത്തിട്ട് എന്തിനാണ് ബെഞ്ചിലിരുത്തി സമയം കളയുന്നതെന്ന് ശാസ്ത്രി ചോദിച്ചു. നേരത്തെയും ഈ വിഷയത്തിൽ ശാസ്ത്രി മാനേജ്മെന്റിനെതിരെ രംഗത്തെത്തിയിരുന്നു. അയർലാൻഡിനെതിരായ പരമ്പരയിൽ വൈഭവിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ അവൻ ഐറിഷ് ബൗളറെ പ്രഹരിച്ചേനെ എന്ന് രവിശാസ്ത്രി പറഞ്ഞു. അവിടുത്തെ സ്ലോ ആയ സ്പോഞ്ചി പിച്ചുകളിൽ ചെറിയ ഗ്രൗണ്ടിൽ വൈഭവിന് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. അവരുടെ തുണി ഇടിച്ചു വിടാനും അവന് സാധിക്കുമായിരുന്നുവെന്നും രവിശാസ്ത്രി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അയർലാൻഡിനെതിരായ 2 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിലും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. സഞ്ജു അഭിഷേക് സഖ്യം ഓപ്പണിംഗിൽ തുടരുമ്പോഴും വൈഭവിനെ പോലൊരു യുവ പ്രതിഭയ്ക്ക് അയർലാൻഡിനെതിരായ മത്സരങ്ങളിലെങ്കിലും അവസരം നൽകണമായിരുന്നു എന്നാണ് ശാസ്ത്രിയുടെ നിലപാട്. IPLൽ മിന്നും പ്രകടനത്തിലൂടെ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വൈഭവ് സൂര്യവംശിക്ക് അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് മാനേജ്മെന്റ് അമിത ജാഗ്രത മൂലം നഷ്ടമായതെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് രവിശാസ്ത്രിയുടെ പ്രതികരണം വഴി തുറന്നിട്ടുണ്ട്.